അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. സംഭവം ഇതാണ്: പലരും കൂടി ഒരു തളർവാദ രോഗിയെ യേശു ഉണ്ടെന്ന് കേട്ട ആ ഭവനത്തിലേക്ക് കട്ടിലോടുകൂടി ഓടിളക്കി ഇറക്കി. സംഭവം അറിയാലോ? അറിയാവോ ഇല്ലേ? ഒച്ചപ്പറ, അറിയാവോ ഇല്ലേ? അറിയാം. ഇപ്പം ആ തളർവാദ രോഗി കട്ടിൽ എവിടെയാ കിടക്കുന്നത്? ഈശോയുടെ മുമ്പിലാണ് കിടക്കുന്നത്. ഇതാരുടെ പ്രതിനിധിയാ? ബൈബിളിലെ ഓരോ സംഭവവും ബൈബിളിലെ ഓരോ വ്യക്തികളും എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധികളാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൻ്റെ പള്ളിയിലും പരിസരത്തും ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രതിനിധിയാണ് ആ യേശുവിൻ്റെ മുമ്പിൽ കിടക്കുന്ന തളർവാദ രോഗി. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പൊ തളർവാദ രോഗി കിടക്കുന്ന എവിടെയാ? ഈശോയുടെ മുമ്പിൽ. സംഭവം നമുക്ക് അറിയുകയും ചെയ്യാം. ഏറ്റവും ആദ്യം ആ തളർവാദ രോഗിയോട് ഈശോ എന്താ പറഞ്ഞത്? ആലോചിച്ചിട്ടേ പറയാവുള്ളൂ. ഏറ്റവും ആദ്യം ആ തളർവാദ രോഗി യേശു ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. ഇപ്പം ആ തളർവാദ രോഗി കട്ടിലോട് കൂടി യേശുവിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. കിടക്കുന്ന തളർവാദ രോഗിയെ ആ തളർവാദ രോഗി യേശു പറഞ്ഞു. എന്നാൽ ഒറ്റയാളും ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അത് നോക്കാൻ നിവൃത്തിയില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ? എൻ്റെ ബൈബിൾ നോക്കി വായിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്ന ബൈബിളിനകത്ത് കാണും. അതുകൊണ്ടാണ് പറയണമെന്ന് ചോദിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം ധൈര്യപൂർവ്വം എഴുന്നേറ്റ് വായിക്കൂ. ഇതാ തളർവാദ രോഗി യേശുവിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. കിടക്കുന്ന തളർവാദ രോഗിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, പോക്കറ്റ് ബൈബിൾ ആണല്ലോ, അതിനകത്തുണ്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നോക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്ന് അംഗീകരിച്ചാൽ മതി, ആ ബൈബിൾ ഉണ്ടോ എന്നുള്ളത്. തളർവാദ രോഗി യേശുവിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. കിടക്കുന്ന തളർവാദ രോഗിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു ഇങ്ങനെ വിളിച്ചു, മകനെ. ഉണ്ടോ? മകനെ എന്നുണ്ടോ? ഉണ്ട്. മകനെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കോമയുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് വായിച്ചു പോകരുത്, ഒന്ന് സ്ലോ ചെയ്യണം. മകനെ. ഹല്ലേലൂയ. എന്താണ് ആ വിളിയുടെ അർത്ഥം? ആ വിളിയുടെ അർത്ഥം, ഇവൻ ഇത്രയും നാൾ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയായി കിടക്കുന്ന അവൻ്റെ മനസ്സ് മുറിവേറ്റ മനസ്സാണ്. ഹല്ലേലൂയ. മുറിവേറ്റ മനസ്സാണ് ഒരു വ്യക്തിയുടെ മനസ്സ്. ശ്രദ്ധിച്ചോ, ഒരു വ്യക്തിയുടെ മനസ്സ്, ആരോഗ്യമുള്ള മനസ്സ്, മുറിവേറ്റ മനസ്സ്. ഒരു വ്യക്തിയുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകണമെങ്കിൽ, ശ്രദ്ധിക്കൂ, ഒരു വ്യക്തിയുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകണമെങ്കിൽ സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, നല്ല വാക്ക്. എത്ര കാര്യമായി? 4 കാര്യം. അടുത്ത് ശ്രദ്ധിച്ചോ, കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരുന്ന മനസ്സിനെയാണ് എന്ത് മനസ്സെന്ന് പറയുന്നത്? ആരോഗ്യമുള്ള മനസ്സ്. ഒരു വയസ്സുള്ള കുഞ്ഞിനെ അപ്പനും അമ്മയും വല്യപ്പനെ ഏൽപ്പിച്ചിട്ട് വിദേശത്ത് ജോലിക്ക് പോയി. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. ഇപ്പൊ കൊച്ചിന് വയസ്സ് എത്രയായി? 1, 3, 4.
കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കേണ്ട സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, നല്ല വാക്ക് ഈ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല. ലഭിക്കാത്ത മുഴുവനും എന്തായി കിടന്നു? മുറിവായി കിടന്നു. ഇപ്പോൾ വയസ്സ് എത്രയായി? 4. ഈ 4ാമത്തെ വയസ്സ് മുതൽ എന്ത് ചെയ്തു? കഴിഞ്ഞ 3 വർഷം ഈ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, നല്ല വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നറിയാവോ? 4ാമത്തെ വയസ്സ് മുതൽ കഴിഞ്ഞ 3 വർഷം കൊടുക്കാത്ത മുഴുവൻ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. കാര്യമുണ്ടോ? കാര്യമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. ഏതാണെന്നറിയാവോ? ഈ 3 വർഷങ്ങളിൽ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, നല്ല വാക്ക് ഈ ലഭിക്കാത്തത് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു മുറിവായി തീർന്നെങ്കിൽ ആ മുറിവ് തിരിച്ചറിയുന്ന സ്വഭാവത്തിലെ വൈകല്യം മൂലം ഇപ്പോൾ വയസ്സ് 20ആയി. എന്നെ ശ്രദ്ധിക്ക്, ഈ തളർവാദം ബാധിച്ച് കിടക്കുന്ന രോഗിയുടെ മനസ്സ് മുറിവേറ്റ മനസ്സാണ് എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈശോ ഏറ്റവും ആദ്യം അവന് ആന്തരിക സൗഖ്യം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഒരേ ഒരു വാക്ക്, അതേത് വാക്കാ? മകനെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാൾ ഇന്ന് വരെ ഏതെല്ലാം വ്യക്തികളിൽ നിന്ന് സ്നേഹം ലഭിക്കണമായിരുന്നോ, അംഗീകാരം ലഭിക്കണമായിരുന്നോ, പ്രോത്സാഹനം ലഭിക്കണമായിരുന്നോ, നല്ല വാക്ക് ലഭിക്കണമായിരുന്നോ, ഈ ലഭിക്കേണ്ടത് ഏതെല്ലാം ലഭിച്ചില്ല, ലഭിക്കാത്ത ഏതെല്ലാം മനസ്സിൽ മുറിവായി കിടക്കുന്നുവോ, ഈ മനസ്സിന്റെ മുറിവുകൾ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് യേശു സുഖപ്പെടുത്തി. ആ സുഖപ്പെടുത്തിയ വാക്കാണ്, പറയൂ, മകനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, അവന് പൂർണ്ണമായ ആന്തരിക സൗഖ്യം കൊടുത്തു. അടുത്തെന്താ പറയുന്നറിയാവോ? ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവന് നാളുകളായിട്ട് അവൻ്റെ സ്വഭാവത്തിലൊരു വൈകല്യമാണ്. എന്ത്? ഭയം. എന്താ കാരണം? ആൾക്കാർ പറയാൻ തുടങ്ങി, ഇവൻ എന്തോ ഗൗരവമായി തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യയില്ല. പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ രോഗാവസ്ഥയിൽ ഏതെല്ലാം വിധത്തിലുള്ള കാര്യമാണോ ഇവനെതിരെ പറഞ്ഞത്, ആ പറഞ്ഞത് മുഴുവൻ അവൻ്റെ മനസ്സിലൊരു മുറിവാവുകയും അവൻ്റെ സ്വഭാവത്തിൽ ഒരു വൈകല്യമാണ്. ഏത്? ഭയം. ഹല്ലേലൂയ. അവൻ്റെ സ്വഭാവത്തിലെ സകല വൈകല്യങ്ങളും മാറ്റിയതിൻ്റെ അടയാളമാണ് ഈശോ അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കാണ് ഭയം ഉണ്ടാകുന്നത്? ആർക്കാ ഭയം ഉണ്ടാകുന്നറിയാവോ? അഭയം ഇല്ലാത്തവനാണ് ഭയം ഉണ്ടാകുന്നത്. ആർക്കാ ഭയം ഉണ്ടാകുന്നത്? അഭയം ഇല്ലാത്തവന്. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എത്ര? 365. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365. എങ്കിൽ പറയുകയാണെന്നറിയാവോ, ഓരോ ദിവസവും രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇന്നത്തെ ദിവസം ഞാൻ നിന്റെ കൂടെയുണ്ട്. ആർക്കാണ് ഭയം? അഭയമില്ലാത്തവന്. കർത്താവ് എന്താ പറയുന്നത്? ഞാനാണ് നിന്റെ അഭയം. നിനക്ക് അപ്പൻ സ്നേഹം തരുന്നില്ലേ? അമ്മ സ്നേഹം തരുന്നില്ലേ? ജീവിത പങ്കാളി പരിഗണന തരുന്നില്ലേ? ഭർത്താവ് ശ്രദ്ധ തരുന്നില്ലേ? നീ ആ തരാത്തതിലേക്ക് നോക്കി മനസ്സ് മുറിക്കണ്ട, വേദനിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട. നിന്റെ അപ്പൻ തരാത്തത്, അമ്മ തരാത്തത്, ജീവിത പങ്കാളി തരാത്തത്, മക്കൾ തരാത്തത്, അധികാരികൾ തരാത്തത്, സഹപ്രവർത്തകർ തരാത്തത് മുഴുവൻ ഞാൻ നിനക്ക് തരും. എന്നിൽ നിന്ന് നീ സ്വീകരിക്കാം. ഞാൻ നിനക്ക് തരുമെന്ന് ഉറപ്പ് പറഞ്ഞവനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചാൽ, അത് സ്വീകരിച്ച് എൻ്റെ മനസ്സ് ഓരോ നിമിഷവും മനുഷ്യ വ്യക്തികളിൽ നിന്ന് കിട്ടാതെ പോകുന്നത് മുഴുവൻ തരുന്ന കർത്താവിൽ നിന്ന് സ്വീകരിച്ചാൽ അവൻ എത്ര നല്ലവനാണെന്ന് എനിക്ക് രുചിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ രുചിച്ചറിഞ്ഞ് ജീവിതം മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സായി മാറുന്നത്? ആരോഗ്യമുള്ള മനസ്സായി മാറുന്നത്. നിന്റെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കോ ഒരു വാക്കിനോ ഒരു സംഭവത്തിനോ ഒരു സാഹചര്യത്തിനോ ഒന്നിനും മുറിപ്പെടുത്താൻ പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ്റെ മനസ്സിൻ്റെ സകല മുറിവുകൾക്കും ഈശോ സൗഖ്യം കൊടുത്തു. ഒരേ ഒരു വാക്ക്, മകനെ. അപ്പോൾ നാളുകളായിട്ട് അവൻ്റെ സ്വഭാവത്തോട് വറ്റിച്ചേർന്ന് കിടന്ന വൈകല്യമായിരുന്നു എന്ത്? ഭയം. എന്ന് പറഞ്ഞാൽ ഏതെല്ലാം വൈകല്യമുണ്ടോ അത് മുഴുവൻ മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. അടുത്തത്, മൂന്നാമത്തത് എന്താ പറഞ്ഞെന്നറിയാവോ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതെവിടത്തെ രോഗ? ആത്മാവിലെ രോഗ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താ യേശു ഏറ്റവും ആദ്യം പാപമോചനം കൊടുക്കാത്തതിന് കാരണം? പാപമോചനം കൊടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ, ആന്തരിക സൗഖ്യം കിട്ടിയിട്ട് പാപമോചനം ലഭിച്ചാൽ മാത്രമേ അവന് പിന്നെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനം കിട്ടി, ആന്തരിക സൗഖ്യം കിട്ടിയില്ലെങ്കിൽ അവൻ വീണ്ടും പാപം ചെയ്യും. അതുകൊണ്ട് അവൻ ആദ്യം കർത്താവ് ആന്തരിക സൗഖ്യം കൊടുത്തു. ആന്തരിക സൗഖ്യം കിട്ടിയാൽ പിന്നെ അവന് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അന്ന് വരെ ചെയ്ത പാപം മുഴുവൻ ഈശോ മോചിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് നാലാമത്തെ കാര്യം, നാലാമത്തെ മേഖല. അടുത്തെന്താ ചെയ്തത്? എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്ക്. അവൻ എന്ത് കിട്ടി?
പറയും. ശാരീരിക സൗഖ്യം കിട്ടി, അവൻ്റെ ശരീരത്തിൽ രോഗം മുഴുവൻ മാറി. ഇനി എന്താ? അവൻ കിടക്കയും എടുത്ത് നടക്കുന്നതാ. എന്തിനു വേണ്ടിയിട്ടാ? അവൻ എന്തുകൊണ്ടാ കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞത്? അവൻ കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞ ഞാനും നീ കാണണം. ഹല്ലേലൂയ! ഞാനും നീ കണ്ടിട്ട് ഒരു കാര്യം, ഒരു സത്യം തിരിച്ചറിയണം. കഴിഞ്ഞ നാളുകളിൽ ഞാനും ഇതുപോലെ മുറിവേറ്റ് കടന്നവൻ, സ്വഭാവത്തിൽ വൈകല്യമായിട്ട് കടന്നവൻ, ജീവിതത്തിൽ പരാജയമായിട്ട് കടന്നവൻ, ദുഃഖിച്ചു കഴിഞ്ഞവൻ, പാപത്തിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞവൻ. ഇതാ ഞാൻ ഇന്ന് വരെ ഏതെല്ലാം അവസ്ഥയിൽ കടന്നു. എന്നെപ്പോലെ കടന്നവന് കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകി. അവൻ എഴുന്നേറ്റ് നടക്കുന്നു, എൻ്റെയും നിൻ്റെയും മുമ്പിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നീ ഇന്നലകളിലേക്ക് നോക്കി മനസ്സ് മടുക്കരുത്, അസ്വസ്ഥപ്പെടരുത്, നിരാശപ്പെടരുത്. ഇതാ അവൻ കിടക്കയും എടുത്ത് നടക്കുന്നു, നീ കാണുന്നു. നീയും ഞാനും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം എന്തായി? കിടക്കയും എടുത്ത് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ജീവിതം എന്തായി? ഒന്ന് പറ. ദുഃഖത്തിൻ്റെ ജീവിതമാണോ? നിരാശ ജീവിതമാണോ? പരാജയത്തിൻ്റെ ജീവിതമാണോ? പരാതിയുടെ ജീവിതമാണോ? നഷ്ടത്തിൻ്റെ ജീവിതമാണോ? പിന്നെയോ വിജയത്തിൻ്റെ ജീവിതം, സന്തോഷത്തിൻ്റെ ജീവിതം, സമാധാനത്തിൻ്റെ ജീവിതം. അവൻ്റെ ജീവിതം സന്തോഷവും സമാധാനവും ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഒരു ചെറിയ കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുക. പ്രിയപ്പെട്ടവരെ, നിനക്ക് ഇന്ന് എത്ര വയസ്സായോ? കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച സകല മുറിവുകൾക്കും ഈശോ പൂർണ്ണമായ സൗഖ്യം നൽകുന്നു. നിന്റെ കർത്താവിനെ നിന്നെ സുഖപ്പെടുത്താൻ ഒരു നിമിഷം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സ് 4 കാലഘട്ടത്തിലാണ് മുറിവേൽക്കുക. 4 കാലഘട്ടത്തിലും മുറിവേറ്റാൽ ആ മുറിവുകൾക്ക് മുഴുവൻ ഈശോയ്ക്ക് ഇന്ന് സൗഖ്യം നൽകാൻ ഒരു നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതാണ് മനസ്സിൻ്റെ ആ 4 കാലഘട്ടം? 1, രൂപപ്പെടുന്ന കാലഘട്ടം. ഞാൻ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പറയും. രൂപപ്പെടുന്ന കാലഘട്ടം. 2, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടം. 3, ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം. 4, ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഈ 4 കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ കാലഘട്ടം രൂപപ്പെടുന്ന കാലഘട്ടം. എന്താണ് രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ? രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനിയാണെങ്കിൽ വിവാഹം എന്ന കൂദാശയോട് മാത്രം ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന ഇണയെ ഞാൻ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യുവതിയുവാക്കന്മാരൊന്നും ഈ തരാൻ പോകുന്ന ഇണയെ കോളേജിലും സ്കൂളിലും വഴിയിലും ബസ് സ്റ്റോപ്പിലും ജോലി സ്ഥലത്തും ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. അതിനുവേണ്ടി ഫേസ്ബുക്ക് ഉപയോഗിക്കണ്ട, അതിനുവേണ്ടി ഇന്റർനെറ്റ് ഉപയോഗിക്കണ്ട, അതിനുവേണ്ടി മറ്റ് ഉപാധികൾ ഉപയോഗിക്കണ്ട. ഹല്ലേലൂയ. ചേർന്നതിന് സമയമാകുമ്പോൾ കർത്താവ് തരുന്ന കർത്താവ് ഇങ്ങനെയും കൂടെ ആഗ്രഹിക്കുന്നു. ഒരു അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് കർത്താവ് ദാനമായി നൽകിയിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ പ്രായത്തിൽ അനുയോജ്യമായിട്ടുള്ള വരനെയും വധുവിനും തിരഞ്ഞു കൊടുക്കുക. അത് അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ആ അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തത്തിൽ മക്കൾ കടന്നു ചെല്ലേണ്ട കാര്യമില്ല. തക്ക സമയത്ത് കർത്താവിൻ്റെ മുമ്പിൽ കരമുയർത്തും. കർത്താവ് ചേർന്നതിന് ഈ അപ്പൻ്റെയും അമ്മയുടെ ആശീർവാദത്തോടു കൂടി ആ മകനും മക്കും കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വേണം പറയാം, പക്ഷേ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്ന വിധത്തിൽ ഏറ്റവും ചുരുക്കി പറയുകയാണ്. ഇങ്ങനെ മാതാപിതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി കർത്താവ് തരുന്ന ജീവിത പങ്കാളിയെ വിവാഹം എന്ന കൂദാശയിലൂടെ സ്വീകരിച്ച് ആരംഭിക്കുന്ന ദാമ്പത്യ ജീവിതം ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം ഉപയോഗിക്കാൻ, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിച്ച് ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കാൻ തന്നിരിക്കുന്ന കഴിവാണ് ലൈംഗികത എന്ന കഴിവ്. മനുഷ്യ വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ കഴിവാണ് ലൈംഗികത എന്ന കഴിവ്. ഈ പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ അതിൻ്റെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുവാൻ, സമർപ്പിക്കാൻ അവകാശപ്പെട്ട ഒരേ ഒരു വ്യക്തി ഭാര്യയും ഭർത്താവും മാത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഭാര്യയും ഭർത്താവും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന കഴിവിനെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ മാനസിക ഐക്യത്തിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ ഈ സമർപ്പണത്തിൽ ഒരു കുഞ്ഞ് വേണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ച് ഭാര്യയും ഭർത്താവും പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, മാനസിക അടുപ്പത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധമായ ലൈംഗികത എന്ന കഴിവിനെ സമർപ്പിക്കുമ്പോൾ ഈ സമർപ്പണത്തിലേക്ക് ഒരു കുഞ്ഞിനെ ദൈവം അമ്മയുടെ ഉദരത്തിൽ
രൂപപ്പെട്ടു അറിയുമ്പോൾ ആ അമ്മയിലുണ്ടാകുന്ന സന്തോഷം, അമ്മയിലൂടെ അപ്പൻ അറിയുന്ന സന്തോഷം, അതിനാണ് സ്നേഹത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ് രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും സ്നേഹം കുറഞ്ഞെങ്കിൽ, ഐക്യം കുറഞ്ഞെങ്കിൽ, ആഗ്രഹം കുറഞ്ഞെങ്കിൽ, പ്രാർത്ഥന കുറഞ്ഞെങ്കിൽ, സമർപ്പണത്തിലെ വിശുദ്ധി കുറഞ്ഞെങ്കിൽ, ഓർക്കൂ, അവിടെ രൂപപ്പെടുന്നത് സ്നേഹത്തിലല്ല, ജഡത്തിലാണ്. രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലും സ്നേഹത്തിൽ കുറഞ്ഞെങ്കിൽ, എൻ്റെ അപ്പനോടും അമ്മയോടും ഇന്ന് എൻ്റെ സ്വഭാവത്തിൽ കുറെ വൈകല്യമൊക്കെ ഉണ്ട്, ഇതിന്റെ കാരണം ആ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ സ്നേഹത്തിലാണോ രൂപപ്പെട്ടത് എന്ന് ആരും ചോദിക്കാൻ പോണ്ട. പിന്നെയോ കർത്താവേ, സ്നേഹത്തിൽ രൂപപ്പെടേണ്ട കാലഘട്ടത്തിൽ എൻ്റെ അപ്പനിലും അമ്മയിലും ഏതെങ്കിലും വിധത്തിലുള്ള സ്നേഹത്തിൻ്റെ കുറവുണ്ടായെങ്കിൽ, പരിശുദ്ധിയുടെ കുറവുണ്ടായെങ്കിൽ, സമർപ്പണത്തിൽ കുറവുണ്ടായെങ്കിൽ, ആ കുറവ് രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലൊരു മുറിവായെങ്കിൽ, ആ മുറിവ് ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും വൈകല്യത്തിന് കാരണമാണെങ്കിൽ, ആ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഈശോയെ നീ ഇന്ന് വരണമേ. ഇതാ ആ രൂപപ്പെട്ട കാലഘട്ടത്തിലെ സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഈശോ ഇന്ന് കടന്നു വന്ന് ആ സ്നേഹക്കുറവ് തൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച്, ആ സ്നേഹം കൊണ്ട് നിറച്ചത് മൂലം ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിലെ വൈകല്യം മാറുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൽ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും സ്നേഹം കുറഞ്ഞെങ്കിൽ, ആ കുറഞ്ഞ സ്നേഹം ഒരു മുറിവായി തീർന്നെങ്കിൽ, ആ മുറിവ് ഇന്നത്തെ സ്വഭാവത്തിൽ ഒരു വൈകല്യമായി തീർന്നെങ്കിൽ, ആ വൈകല്യം മാറാൻ എൻ്റെ രൂപപ്പെടുന്ന കാലഘട്ടത്തിലെ കുറവിലേക്ക് ഈശോ കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കാലഘട്ടം 9 മാസം 9 ദിവസം. ഈ കാലഘട്ടത്തിൽ അപ്പനിലൂടെ അമ്മയ്ക്കും, കുടുംബാംഗങ്ങളിലൂടെ അമ്മയ്ക്കും, അമ്മയിലൂടെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടുന്ന കുഞ്ഞിനുമേറ്റുണ്ടെങ്കിൽ, ഗർഭസ്ഥ നാളുകളിൽ അമ്മയിലൂടെ കുഞ്ഞിനേറ്റ മുറിവ്, ആ മുറിവ് ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും വൈകല്യത്തിന് കാരണമാണെങ്കിൽ, ഈ വൈകല്യം മാറാൻ ആ മുറിവിലേക്ക് കർത്താവ് കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തത് ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഏത് സ്ഥലത്താണ് എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞ കാര്യം ഓർത്തിട്ടല്ല, ഓർക്കുന്നുണ്ടോ? എവിടെയാണ് പിറന്നു വീണെന്ന് ഓർക്കുന്നുണ്ടോ? 6 മാസത്തെ കാലം, 1 വയസ്സിലെ കാര്യം, 2 വയസ്സിലെ കാര്യം, 3 വയസ്സിലെ കാര്യം, 4 വയസ്സിലെ കാര്യം ഓർക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എനിക്ക് എത്ര ശ്രമിച്ചാൽ ഓർക്കാൻ പറ്റാത്ത കാലം. ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സ് ഏതെങ്കിലും കാരണത്താൽ എൻ്റെ പിറന്നു വീണ നാളുകളിൽ, ശൈശവ നാളുകളിൽ എവിടെയെങ്കിലും ആരിലൂടെയെങ്കിലും മുറിവേറ്റെങ്കിൽ, ആ മുറിവ് ഇന്നത്തെ എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും വൈകല്യത്തിന് കാരണമാണെങ്കിൽ, ആ സ്വഭാവ വൈകല്യം മാറാൻ ആ ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിലെ മനസ്സിൻ്റെ മുറിവിലേക്ക് ഈശോ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം വിരിച്ച കീറത്തുണിയിൽ, പിള്ളക്കച്ചയിൽ ദൈവത്തിൻ്റെ പുത്രൻ പിറന്നു വീണു. എന്താണ് ആ കീറത്തുണി? ആ കീറത്തുണി ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? ഞാൻ രൂപപ്പെടുന്ന കാലഘട്ടത്തിലും, അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തിലും ലഭിക്കേണ്ട രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ, ലഭിക്കാത്തത് എൻ്റെ മനസ്സിലൊരു മുറിവായെങ്കിൽ, ആ മുറിവ് ഇതാ ഈ പിള്ളക്കച്ചയുടെ പ്രതീകമാണ്. അവിടേക്ക് ദൈവത്തിൻ്റെ പുത്രൻ പിറന്നു വീഴുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യം തരികയാണ്, അവൻ പിറന്നു വീണത് നിന്റെ മുറിവുകളും, മുറിവേറ്റ ഓർമ്മകളും, മുറിവ് മൂലം സംഭവിച്ചത് മുഴുവൻ അവൻ ഏറ്റെടുത്തതിൻ്റെ പ്രതീകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് ശ്രദ്ധിക്കൂ, നിനക്ക് ഓർമ്മിക്കാൻ സാധിക്കാത്ത കാലഘട്ടം ഇന്ന് ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടം. ഓർക്കുക, ഈ ഓർമ്മിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ 5 വിധത്തിലാണ് ഒരു വ്യക്തിയുടെ മനസ്സ് മുറിവേൽക്കുക. 1, വ്യക്തികളിലൂടെ. ഈ വ്യക്തികൾ ആരുടെ പെടാം? അപ്പൻ പെടാം, അമ്മ പെടാം, ജീവിത പങ്കാളി പെടാം, മക്കൾ പെടാം, അധികാരികൾ പെടാം, സഹപ്രവർത്തകർ, വ്യക്തികളിലൂടെ. 2, വാക്കുകളിലൂടെ. 3, സംഭവങ്ങളിലൂടെ. 4, സാഹചര്യങ്ങളിലൂടെ. 5, ഓർമ്മകളിലൂടെ. ഓർക്കൂ, ഓർമ്മ ഇല്ലാത്ത നാൾ മുതൽ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല മുറിവുകളും ഈശോ ഏറ്റെടുക്കുന്നു കുരിശിൽ. ഹല്ലേലൂയ. ഇന്ന് കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ കാണുന്ന ക്രൂശിതനായ യേശു, അവൻ എൻ്റെ എല്ലാ മുറിവുകളും, മുറിവേൽപ്പിച്ച വ്യക്തികൾ, മുറിവേൽപ്പിച്ച വാക്കുകൾ, മുറിവേൽപ്പിച്ച സംഭവങ്ങൾ, മുറിവേൽപ്പിച്ച സാഹചര്യങ്ങൾ, മുറിപ്പെടുത്തിയ ഓർമ്മകൾ മുഴുവൻ എന്നിൽ നിന്നും അവൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ചിട്ട് യേശുവേ എന്ന് ഞാനൊന്ന് വിളിച്ചാൽ, അവൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം എൻ്റെ ഇന്നലകളിലെ മനസ്സിൻ്റെ സകല മുറിവുകളെ കഴുകി ഒരു നിമിഷം കൊണ്ട് അവൻ സൗഖ്യം നൽകുന്നു. നാളിന്ന് വരെ എൻ്റെ സ്വഭാവത്തിലെ സകല വൈകല്യങ്ങളും അവൻ എന്നേക്കുമായി ഏറ്റെടുത്ത് സൗഖ്യം നൽകുന്നു.